ചുമമരുന്ന് കഴിച്ച കുട്ടികളുടെ മരണങ്ങളിൽ പരിശോധനയും നടപടികളും കർശനമാക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോൾഡ്രിഫ് ചുമമരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് ഇന്ന് റദ്ദാക്കിയേക്കും. ഇന്ന് കൂടുതൽ ചുമമരുന്ന് സാമ്പിളുകളുടെ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. കുട്ടികളിൽ ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന ഈ പരാതിക്കിടയാക്കിയിട്ടുള്ള കഫ് സിറപ്പിന് മാത്രമാണോ ഈ പരിശോധന വിധേയമാവുക? അതിനപ്പുറം ഇപ്പോൾ മാർക്കറ്റിലുള്ള ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മറ്റ് കഫ് സിറപ്പുകളെ കൂടി ഈ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആലോചിക്കുന്നുണ്ടോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം? ആര്യ, കൂടുതൽ മരുന്നുകളെ ഈ പുതിയ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ ഈ മധ്യപ്രദേശിൽ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള 10 ചുമമരുന്നുകളുടെ പരിശോധനയ്ക്കാണ് അയച്ചത്. ഇതിൽ കോൾഡ്രിഫ്റ്റിന് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടെത്താനായിട്ട് സാധിച്ചത്. കോൾഡ്രിഫ്റ്റിൽ അനുവദനീയമായിട്ടുള്ള അളവിനേക്കാൾ ഡൈത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന ഒരു രാസവസ്തു അതിനകത്ത് അടങ്ങിയിരുന്നു. ഏതാണ്ട് 48% ഇതിലുണ്ടായിരുന്നു. ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാണെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 10 മരുന്നുകൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയതിൽ 9 എണ്ണം സുരക്ഷിതമാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചത്. ഇതിൽ കോൾഡ്രിഫ്റ്റ് അതിന് മാത്രമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടെന്ന് നിലവിലെ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു 9 മരുന്നുകളുടെ പരിശോധന ഫലം കൂടി ഇനിയും ലഭിക്കാനുണ്ട്. അതിനി ഇന്നും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലെല്ലാം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ സംസ്ഥാനങ്ങളിലെ ഈ ആരോഗ്യ സെക്രട്ടറിമാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ യോഗത്തിലാണ് പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായത്. അപ്പോൾ ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആരോപണ വിധേയമായിട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് നിലവിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് തമിഴ്നാട് സർക്കാർ അതിനുള്ള നടപടികൾ കൈക്കൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഒരു നിലവിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു 2027 വരെ ഒരു കാലാവധിയുള്ള പുതിയ ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളിലാണ് ഈ പ്രശ്നം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടിയന്തരമായി അവരുടെ ഈ ഓഫീസ് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ മരുന്നുകൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ പുതുതായിട്ട് അവരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ചുമമരുന്നുകൾ നിർദ്ദേശിക്കുമ്പോൾ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഇത്തരം മരുന്നുകൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ കുറിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുക്തിസഹജമായി ഈ മരുന്നുകൾ ഉപയോഗിക്കണമെന്ന് ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ പുതുക്കിയ നിർദ്ദേശങ്ങൾ ഇത് പാലിക്കാത്ത ഈ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ലൈസൻസ് എത്രയും വേഗം റദ്ദാക്കണം എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തണം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും ഇത്തരത്തിൽ നിർമ്മാണ കമ്പനികളിലും എല്ലാം ഇത്തരത്തിൽ പരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കോൾഡ്രിഫ്റ്റ് മരുന്ന് അത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് എല്ലാം നിരോധിച്ച കൂട്ടത്തിൽ കേരളത്തിലും നിരോധിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ കേരളം, അതുപോലെ തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കോൾഡ്രിഫ്റ്റ് മരുന്ന് പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഈ മരുന്ന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തെലങ്കാനയിൽ ഈ മരുന്ന് എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചിരുന്നത്. അപ്പോൾ തെലങ്കാനയിൽ അവിടെ പരിശോധന ഉൾപ്പെടെ കർശനമാക്കിയിട്ടുണ്ട്. അവിടെയും ഈ മരുന്ന് ഒരു ഡോക്ടർമാരോടും കുറിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മധ്യപ്രദേശിൽ ഈ ചികിത്സയിലുള്ള കുട്ടികളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനിയും നിരവധി പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 14ഓളം കുട്ടികൾ ഇപ്പോഴും ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം മരണസംഖ്യ 18 ആയിട്ടുണ്ട് ഇന്നലെയോടുകൂടി. അതുപോലെ തന്നെ ഒരു 2 വയസ്സുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ മൃതദേഹം ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ റിപ്പോർട്ട് ഉടൻ തന്നെ വരും. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ മരുന്ന് ഏത് തരത്തിലാണ് ശരീരത്തെ ബാധിച്ചതെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കൂ. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിഡ്നിക്ക് പ്രശ്നം വന്നിട്ടാണ് മരണം സംഭവിച്ചതെന്നാണ്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും രാജ്യത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഈ കോൾഡ്രിഫ് എന്ന് പറയുന്ന ചുമമരുന്നിനെ പറ്റി മാത്രം ഇപ്പോൾ ചർച്ചകൾ നടക്കുമ്പോൾ അതിനപ്പുറം നമ്മൾ കുട്ടികൾക്ക് സാധാരണയായി കൊടുക്കുന്ന മറ്റ് കഫ് സിറപ്പുകളുടെ ദൂഷ്യവശങ്ങൾ, മറ്റ് മരുന്നുകളുടെ ദൂഷ്യവശങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ് നിലവിലെത്തിയത്. എന്തായാലും മറ്റ് മരുന്നുകളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം.
രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 രോഗികൾ വെന്തു മരിച്ചു. ജയ്പൂരിലെ SMS ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് നിഗമനം. നിരവധി പേർക്ക് പരിക്കേറ്റു. 5 പേരുടെ നില ഗുരുതരമാണ്. അജയ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, എന്താണ് സംഭവിച്ചത്? ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ്? ആര്യ, ഈ ആശുപത്രിയിലെ ട്രോമ കെയർ കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. തീപിടിച്ച ഉടൻ തന്നെ രോഗികളെ അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗികളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിയെങ്കിലും 2 ICU യൂണിറ്റിലായിട്ടാണ് ആദ്യഘട്ടത്തിൽ തീപിടിച്ചത്. അതിൽ ആദ്യം തീപിടിച്ചത് 11 രോഗികൾ ഉണ്ടായിരുന്ന ഒരു ICU യൂണിറ്റിനകത്താണ്. ഇവിടെയുള്ള 6 രോഗികളാണ് മരിക്കുകയും ചെയ്തത്. ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ ഈ ചികിത്സയിലിരിക്കുന്നതിൻ്റെ കൂടെ ഈ തീപിടുത്തം കാരണമുണ്ടായിട്ടുള്ള വിഷവാതകങ്ങളും മറ്റും ശ്വസിച്ചാണ് ഇവരുടെ നില കൂടുതൽ വഷളായത്. മാത്രമല്ല, ഇവരെ ഇവിടെ നിന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിട്ടുള്ള രോഗികളായതിനാൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് താമസിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ 7 പേരുടെ മരണത്തിലേക്ക് നയിക്കാൻ കാരണമായിട്ടുണ്ട്. ഒരു 2 ICU യൂണിറ്റ് ഈ മുറികളിലായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിൽ ഒന്നിൽ 11 രോഗികളും ഒന്നിൽ 13 രോഗികളും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ 24 പേരെയും ഇവിടെ നിന്നിപ്പോൾ നിലവിൽ മാറ്റിയിട്ടുണ്ട്. നിരവധി രോഗികളെ മറ്റ് ആശുപത്രികളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ആശുപത്രി കെട്ടിടം മുഴുവൻ ഇപ്പോൾ ആ ഒരു തീപിടുത്തത്തിൻ്റെ ആ മണം, ആ ഒരു ദുർഗന്ധം വമിച്ചിരിക്കുന്നത് കാരണം പല രോഗികൾക്കും ഈ ഓക്സിജൻ സപ്ലൈ ഉൾപ്പെടെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഈ രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് ഉൾപ്പെടെ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ വീണ്ടും 5 രോഗികളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭജൻലാൽ ശർമ്മ അദ്ദേഹം ഇന്നലെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോറൻസിക് ടീമിൻ്റെ ഉൾപ്പെടെ പരിശോധന ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ICU യൂണിറ്റിലുള്ള എന്തെങ്കിലും ഉപകരണത്തിൻ്റെ പ്രവർത്തനം തകരാറിലായതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. ആര്യ. യെസ്, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.